കൊല്ലം ജില്ലയിൽ 11-ൽ 2 സീറ്റിൽ വിജയിച്ച LDFന്റെ മിന്നും വിജയം വിവാദങ്ങളെയും നുണപ്രചരണങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ വിജയിച്ചത് 1012 വോട്ടിനാണെങ്കിലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പിന്തുണയുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ജനാധിപത്യത്തിന്റെ തെളിമയാർന്ന അംഗീകാരം. അഴിമതിയില്ലാത്ത, വർഗീയതയില്ലാത്ത, ചതിക്കാത്ത സ്ഥാനാർത്ഥിക്ക് കൊട്ടാരക്കരയിലെ വോട്ടർമാർ 1000 വോട്ട് നൽകി വിജയിപ്പിച്ചു. KN ബാലഗോപാൽ എന്ന മനുഷ്യസ്നേഹിയും അധികാരത്തിനു വേണ്ടി മാത്രം പാർട്ടി വിട്ട ഐഷാപ്പൊറ്റിയും തമ്മിൽ നടന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടം. പല ബൂത്തുകളിൽ നിന്നും പ്രതീക്ഷിച്ച ലീഡ് കിട്ടിയില്ല. പക്ഷേ കരീപ്രയും വെളിയവും LDFനെ ചേർത്ത് പിടിച്ചു. മൈലത്തും തിരിച്ചടി നേരിട്ടു. എന്നാലും അവസാന റൗണ്ടിൽ KN ബാലഗോപാൽ UDF ആധിപത്യമുള്ള ബൂത്തുകളിൽ നിന്ന് തന്നെ ലീഡ് നിലനിർത്തി. ചതിക്കും വഞ്ചനയ്ക്കും ചുട്ട മറുപടി നൽകി. അതേസമയം NDA സ്ഥാനാർത്ഥി രശ്മിക്കും പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ല. പല ബൂത്തുകളിലും BJP വോട്ടുകൾ ചോർന്ന് UDF സ്ഥാനാർത്ഥി ഐഷാപ്പൊറ്റിക്ക് പോയി. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരമാണോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടല്ല ജനങ്ങൾ കൂടുതൽ ചിന്തിച്ചത് എന്നുള്ളതാണ്. അതിന് പല ഘടകങ്ങൾ കാണും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തൊരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എല്ലാം നിൽക്കുമ്പോൾ തന്നെ ജനങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അത് പല കാര്യങ്ങളും രാഷ്ട്രീയമായി ചർച്ച ചെയ്യേണ്ടി വരും. ഭരണവിരുദ്ധ വികാരം എന്നൊരു വാക്കിനകത്ത് മാത്രം ചുരുക്കാവുന്നൊരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള പോരായ്മകൾ നോക്കി ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കി മുന്നോട്ട് പോകും. പുനലൂർ ഒരിക്കൽ കൂടി ഇടതുപക്ഷ മണ്ഡലമാണെന്ന് തെളിയിച്ചു. LDF സ്ഥാനാർത്ഥി അജയപ്രസാദ് 22,000-ലധികം വോട്ടുകൾ നേടി കരുത്തു കാട്ടി. കൊട്ടാരക്കരയിലെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് KN ബാലഗോപാൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ ഉടനീളം തുറന്ന ജീപ്പിൽ സഞ്ചരിച്ച് അഭിവാദ്യം അർപ്പിച്ചു. സത്യസന്ധതയ്ക്കും വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും കൊട്ടാരക്കരയിലെ ജനങ്ങൾ നൽകിയ വിജയമാണ് KN ബാലഗോപാലിൻ്റേത്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.